ഹായ് നമസ്കാരം. ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ 5 പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ റെസിപ്പി നമ്മൾ കാണിക്കുന്നത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് കാണിക്കുന്നത്. ഇതിൽ ഒണിയൻ പൗഡറോ ഗാർലിക് പൗഡറോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ കുറച്ച് ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കഴുകുന്നത് തൊട്ടിട്ട് ഇത് വറുത്ത് കോരുന്നത് വരെ നമ്മളിതിൽ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം, ടിപ്സൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങൾ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ സ്കിന്ന് ഉണ്ടെങ്കിൽ, അതായത് ചിക്കൻ്റെ ആ തൊലിയോട് കൂടിയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മളിപ്പോൾ തൊലിയൊന്നും ഇല്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വലുതായിട്ട് തന്നെ ഇതിന് കഷ്ണങ്ങൾ എടുക്കണതുകൊണ്ട് തന്നെ ഇതിന് ചെറുതായിട്ടൊന്ന് വരിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വലിപ്പത്തിലുള്ള ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് 2 സൈഡിലൊന്നായിട്ട് വരിഞ്ഞ് കൊടുക്കാം. 2-3 തവണയൊക്കെ ആയിട്ട് അത് വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങളൊന്ന് വരിഞ്ഞ് കൊടുക്കുക. അത് നമുക്ക് നമ്മൾ പരട്ടണ മസാലകളൊക്കെ ഉള്ളിൽ പിടിക്കാനായിട്ട് കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളൊന്നും ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ കഴുകണ സമയത്ത് അതിൻ്റെ ചോരയും പിന്നെ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് ഒരു ടിപ്പും കൂടി ഈ സമയത്ത് പറയാം. അപ്പോൾ പല ആൾക്കാരും ചെയ്യണതായിരിക്കും, എന്നാൽ പോലെ അറിയാത്തവർക്കായിട്ട് പറയാണ്. കുറച്ച് തവണ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്ത ശേഷം, അതായത് 2-3 വട്ടം ഒന്ന് കഴുകി ആ ചോരയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിലോട്ട് കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരോ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെച്ച് ഒന്ന് പരത്തി ഒരു 2-3 മിനിറ്റ് ഒന്ന് വെക്കുക. അതിന് ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചോരയൊക്കെ പെട്ടെന്ന് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ സ്മെല്ലും കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മളിവിടെ എല്ലാ ചിക്കൻ കഷ്ണത്തും ഇതുപോലെ വരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പൊടികളും പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതായത് കാശ്മീരി മുളക് പൊടി അല്ലാന്ന് ഉദ്ദേശിച്ചത്, നല്ല എരിവുള്ള മുളക് പൊടി തന്നെ, അത് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവിന് നിങ്ങൾക്കൊക്കെ മാറ്റം വരുത്താം. അത് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം സവാള എടുക്കാം. പിന്നെ ഒരു 5 വെളുത്തുള്ളി, ഇതുപോലെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് അത് 3ഉം കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വലിയ സവാളയൊക്കെ എടുക്കുന്നത് വെച്ചാൽ ഒരു 1/4 ഭാഗമൊക്കെ മതിയാവും അതിൻ്റെ. അപ്പോൾ ഇത്രയും കൂടിയിട്ട് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല. ആ സവാളയുടെ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയോളും. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള ഒരു ടേബിൾ സ്പൂണും ടീസ്പൂണൊക്കെ തെറ്റാണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടേബിൾ സ്പൂൺ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. അത് കൂടി പോകരുത്, ഇത്ര തന്നെ ചേർത്താൽ മതിയാവും. ഇതെല്ലാം കൂടി നന്നായിട്ട് ചിക്കനിലൊന്ന് പറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാ കഷ്ണത്തിലും നന്നായി പറ്റിയ ശേഷം നമുക്കിതൊരു 3-4 മണിക്കൂർ ഈ ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ അങ്ങനെ കൂടുതൽ സമയം നിങ്ങളത് മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കായിരിക്കും കേട്ടോ നല്ലത്. ഇപ്പോൾ ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം അല്ലാണ്ട് നിങ്ങളൊരു 3-4 മണിക്കൂറാണ് മാറ്റി വെക്കുന്നുള്ളൂ വെച്ചാൽ നിങ്ങൾക്ക് പുറത്ത് വെക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. നമ്മളിതൊരു 4 മണിക്കൂറോളമാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. 4 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വറുത്തെടുക്കുന്നതിനേക്കാളും കുറച്ച് മുന്നായിട്ട് നമ്മളിത് പുറത്തെടുത്ത് വെക്കണമെന്ന് മാത്രം. ഒരു 10-15 മിനിറ്റ് മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവൊക്കെ റെഡിയാക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു 1/4 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കുക. അപ്പോൾ കോൺഫ്ലോറൊക്കെ നമ്മുടെ തൊട്ടടുത്ത് ചെറിയ ബേക്കറികളിലായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇഷ്ടമില്ല എന്ന് വെച്ചാൽ അതിന് ഒരു മൈദ എടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദ എടുത്താൽ മതിയാവും. അപ്പോൾ സാധാരണ എല്ലാവരും മൈദ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്തപ്പോൾ അതിന് വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് അറിയണമെന്നും ഉണ്ടായിരുന്നില്ല, എടുത്തറിഞ്ഞ് നിൽക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും പരീക്ഷിക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മാവൊക്കെ നമ്മൾ റെഡിയാക്കുന്നത് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്കായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്, അല്ലാണ്ട് കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കന് പുറത്ത് ഇങ്ങനെ ഈ ഒരു മാവ് നല്ലൊരു കോട്ടിംഗ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ അതിന് ആ കോട്ടിങ്ങിൽ ആവശ്യത്തിന് എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കുരുമുളക് പൊടിയുടെ അളവിൽ വേണമെന്ന് വെച്ചാൽ മാറ്റം വരുത്താം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാ പൊടികളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാരണം വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉള്ള കാരണം ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ആ വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിരുമ്മി ഒന്ന് എടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ബ്രോസ്റ്റഡ് ചിക്കൻ ഇന്ന ഒരു ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ലവേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ബ്രോസ്റ്റഡ് ചിക്കൻ വളരെയധികം ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണെന്നുള്ളവർക്കും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ രണ്ടിലും പെടാത്തവരാണ് നിങ്ങളെങ്കിൽ, അതായത് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമില്ലാത്തവരാണോ ഇഷ്ടമുള്ളവരാണോ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണോ കൂടുതലും നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ പൊടികളൊക്കെ കൂടി നന്നായിട്ട് യോജിപ്പിച്ച് വെച്ച ശേഷം നമുക്ക് ഇനി വറക്കാനായിട്ട് നോക്കാം ചിക്കനൊക്കെ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി എടുത്ത് വയ്ക്കുക. അപ്പോൾ സാധാ വെള്ളമാണ് എടുത്ത് വയ്ക്കുന്നത്, നോർമൽ വാട്ടർ. അപ്പോൾ ചിക്കന് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട്. ഇനി ഒരു കഷ്ണം നമ്മൾ എടുത്ത ശേഷം അത് ഈ ഗോതമ്പ് പൊടി കോൺഫ്ലവർ മിക്സ് ഇല്ലേ അതിലോട്ടൊന്ന് നന്നായിട്ട് ഒന്ന് മുക്കിയെടുക്കണം. ചിക്കൻ പീസിൻ്റെ മുകളിലായിട്ട് ആ മാവ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ പീസുമ്പോൾ തൊടാണ്ട് ആ മാവ് ഒന്ന് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെ ചിക്കനിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആ മാവൊക്കെ ആക്കിയ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ പച്ചവെള്ളമില്ലേ അതിലോട്ട് ഈ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. ചിക്കൻ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ 4 വരുന്ന എണ്ണ, അതായത് ഒരു 4 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ചിക്കൻ വെള്ളത്തിൽ നിന്ന് അപ്പം തന്നെ ഒന്ന് എടുക്കുക. എന്നിട്ട് വീണ്ടും ആ മാവിലോട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ചിക്കൻ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മാവ് ചിക്കൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത ശേഷം പയ്യെ ആ ചിക്കൻമ തൊടാണ്ട് ആ മാവുമ്മ പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ സൈഡിലും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ ഈ രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് ചിക്കൻ കോട്ട് ചെയ്തെടുക്കുക. ചിക്കൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പയ്യെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുടഞ്ഞെടുക്കുമ്പോഴാണ് ആ ക്രസ്റ്റൊക്കെ ശരിക്കും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ കുടഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ആ ക്രസ്റ്റൊക്കെ ശരിക്കും അങ്ങനെ വരിക. വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ കയ്യിലൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് പയ്യെ ഒന്ന് തട്ടിക്കൊടുക്കാതെ. അപ്പോൾ ഇങ്ങനെ കുടഞ്ഞെടുക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് ചിക്കൻ്റെ പുറത്ത് ആ ക്രസ്റ്റുകളൊക്കെ നമുക്ക് ശരിക്കും വരുന്നത്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ലെയർ ചെയ്ത് ക്രസ്റ്റൊക്കെ കൂടുതൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ആ വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും ആ മാവിൽ തന്നെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്ത് ഒന്ന് കുടഞ്ഞ് ഇതുപോലെ തന്നെ എടുത്താൽ മതിയാവും. കൂടുതൽ കോട്ടിങ് വേണമെന്നുള്ളവർ, കൂടുതൽ ക്രിസ്പി ആവണമെന്നുള്ളവർ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ചിക്കൻ്റെ പീസ് നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കുടഞ്ഞ ശേഷമാണ് നമ്മൾ വെള്ളത്തിലോട്ട് ഇടുന്നത്. അപ്പോൾ ഓരോ വട്ടം കോട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ചെറുതായിട്ട് കുടയാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു തവണയും കൂടി വെള്ളത്തിലിട്ടിട്ട് വീണ്ടും കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ എടുക്കണ മാവിൽ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി 1/4 കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ വ്യത്യാസം വരും. ആ അളവിൽ നിങ്ങൾ കൂട്ടേണ്ടി വരും കൂടുതൽ തവണ കോട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ കൂടുതൽ തവണ കോട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൊടികളൊക്കെ കഴിയണതിനനുസരിച്ച് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങളെല്ലാം കറക്റ്റ് റേഷ്യോയിൽ എടുക്കാൻ നോക്കിയാൽ മതി. അതായത് ഒരു 1/4 കപ്പ് കോൺഫ്ലവറിന് നമ്മൾ എടുത്തത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്, അല്ലെങ്കിൽ 1 കപ്പ് മൈദ മാവ് എടുക്കാം. നമുക്ക് ആ ഒരു റേഷ്യോ തെറ്റാണ്ടൊക്കെ എടുക്കുക. പിന്നെ നേരത്തെ ചേർത്ത പൊടികളൊക്കെ ചേർക്കാനും മറക്കരുത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എല്ലാ ചിക്കനും ഇതുപോലെ കോട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കരുത്. നമ്മൾ എത്രയാണോ വറുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കഷ്ണങ്ങൾ മാത്രം ആദ്യം ഒന്ന് കോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വറുക്കണതിന് തൊട്ട് മുന്നേ മാത്രം ഇതൊന്ന് കോട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാ ചിക്കനും ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വറുത്തെടുക്കുമ്പോൾ ശരിയായിട്ട് ക്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് വറുക്കണേറ്റ് മുന്നേ മാത്രം നമ്മളിങ്ങനെ കോട്ട് ചെയ്ത് ഒന്ന് കുടഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ ആ ലെയറൊക്കെ ഇങ്ങനെ ശരിക്കും വരും. എങ്ങാനും നിങ്ങൾക്ക് വറുക്കുന്ന സമയത്ത് തോന്നുകയാണ് ആ ക്രസ്റ്റൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കാൻ തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി ആ മാവിലൊന്ന് ഇട്ട് കൊടുത്തിട്ട്, വെള്ളത്തിലിടണ്ട മാവിലിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് കുടഞ്ഞെടുത്താൽ മതി.
അപ്പോൾ നമ്മളിവിടെ വറക്കാൻ എടുക്കുന്ന പാത്രം വളരെ ചെറുതാണ്, ചെറിയൊരു ചീനച്ചട്ടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് 2 എണ്ണം മാത്രമാണ് നമ്മളിപ്പോൾ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ വറക്കണതിനനുസരിച്ചിട്ട് കോട്ട് ചെയ്തെടുക്കണുള്ളൂ. പിന്നെ ചിക്കൻ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ നിറച്ചും ഓയിൽ ഒഴിച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അതായത് ചിക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ആ പാത്രത്തിൽ ഓയിൽ എടുത്തിരിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വറക്കാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം ഇതിൽ ചിക്കൻ പീസുകളൊക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് 1-2 കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പാത്രം നിറച്ച് കഷ്ണങ്ങൾ ഇട്ടിട്ട് വറുത്തെടുക്കരുത്. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. തീ നന്നായിട്ട് കുറയാനും നന്നായിട്ട് കൂടാനും പാടില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വറുത്തെടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് ചിക്കൻ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ നോക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു കളറാവണ വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വറുത്തെടുത്ത ഈ ചിക്കൻ്റെ പീസ് കുറച്ചൊന്ന് മൊരിവ് കൂടി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കളറൊന്ന് കുറച്ചൊന്ന് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ടൊക്കെ എടുക്കാം. മൊരിവൊന്നും കൂടി പോകാണ്ടിരിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കിയിട്ട് നല്ല ചൂടോട് കൂടി തന്നെ ആ ക്രിസ്പിനെസ്സോട് കൂടി തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നമ്മളിത് കുറച്ച് നേരമൊക്കെ വെച്ച് നന്നായിട്ട് തണുത്തൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോവും. പിന്നെ ഒരു തണുത്ത പോലെയാണ് ഇരിക്കുക. പിന്നെ ആ ഒരു കറുമുറൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചൂടോട് കൂടി തന്നെ ആ ഒരു ക്രിസ്പിനെസ്സോട് മാറിനേറ്റ് മുന്നേ തന്നെ നമ്മൾ കഴിക്കാൻ നോക്കാം. പിന്നെ ചിക്കൻ പീസുകളൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറിൽ ഇടാതെ ഇതുപോലത്തെ ഓട്ടയ്ക്കുള്ള, അതായത് ഹോളൊക്കെ ഉള്ള ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇടാണ് നല്ലത്, ഓയിലൊക്കെ കളയാനായിട്ട്. അല്ലാതെ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തണുക്കണ പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ അതോടൊപ്പം ഈ ചാനലും കൂടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതായത് നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.